അത് നിങ്ങളുടെ വോയിസ് വരെ അവർ സേവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന കോളുകൾ, സംഭാഷണങ്ങളെല്ലാം നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണമെന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതേ സാധനം ചിലപ്പോൾ നമ്മുടെ മൊബൈൽ അതിൻ്റെ പരസ്യങ്ങൾ വരാറുണ്ട്. സോ ഇത്തരത്തിലുള്ള നമ്മുടെ ഇൻഫർമേഷൻ ചോരുന്നത് എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനുമുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും. സോ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിനുവേണ്ടി മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഗൂഗിളിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഡാറ്റ പ്രൈവസി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വെബ് ആപ്പ് ആക്ടിവിറ്റി. ഇത് ഓണായിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഏറോ മാർക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വെബ് ആപ്പ് ആക്ടിവിറ്റി, സേവ് യുവർ ആക്ടിവിറ്റി ഓൺ ഗൂഗിൾ സൈറ്റ് ആൻഡ് ആപ്സ്, അതായത് നിങ്ങൾ ആക്ടിവിറ്റീസ് വെബ് സേവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ സോ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു സേവ് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. സോ അതിൻ്റെ താഴോട്ടൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെബ് സെറ്റിങ്സ് എന്ന് കാണാം. അതിൽ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ നമുക്ക് കാണാം ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി, അത് നിങ്ങളുടെ വോയിസ് വരെ അവർ സേവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ എന്താ പറയുക വിലപ്പെട്ട ഇൻഫർമേഷനുകൾ അവർ സേവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ കാണുന്ന 3 കോളത്തിൽ ഓൾറെഡി ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ സെറ്റിങ്സിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടിക്കാണ്, ഈ കോളത്തിൽ ടിക്കാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ആ ടിക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ സ്റ്റോപ്പ്ഡ് വോയിസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വന്നായിക്കോളൂ. പിന്നെ നിങ്ങളെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വോയിസോ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ സേവ് ചെയ്യില്ല. ഓക്കെ ഫ്രണ്ട്സ്, സോ ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ.